ഹലോ ഗീസ്, നമ്മുടെ പുതിയൊരു സെയിൽ പോസ്റ്റ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ സെയിൽ പോസ്റ്റ് വീഡിയോ ഒരുപാട് പെറ്റ്സും ഒക്കെ വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി മുതൽ നമ്മുടെ ചാനൽ നിങ്ങൾ വീഡിയോ അയക്കുമ്പോൾ ലാൻഡ്സ്കേപ്പിൽ വേണം വീഡിയോ എടുത്ത് അയക്കാനായിട്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള വീഡിയോ എടുക്കാതെ, അല്ലാതെ നോർമലായിട്ട് പെറ്റ്സ് ആയിരുന്നാലും ബേഡ്സ് ആയിരുന്നാലും കൂളായിട്ട് നിൽക്കുന്ന സമയത്ത് ലാൻഡ്സ്കേപ്പിലെടുത്ത് വീഡിയോ എടുത്ത് അയക്കാം കേട്ടോ. അല്ലാതെ നമ്മൾ നോക്കിയും കണ്ടാക്കിയാണ് ഇനി ഇടുന്നത്. ഇനി നമ്മുടെ ചാനൽ ഒരു സ്ട്രൈക്കും കൂടെ ആയിട്ട് വന്നാൽ നമ്മുടെ ചാനൽ ഡിലീറ്റ് ആവും. അപ്പോൾ 2 സ്ട്രൈക്ക് ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ 2 ആഴ്ച മുമ്പ് ഇട്ടുന്ന ഒരു വീഡിയോയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഒന്നും കൂടെ ആയ ചാനൽ അടിച്ചു പോകും. അതുകൊണ്ടാണ് ഞാൻ കാര്യം എടുത്തു പറയുന്നത്. ഇനി നമ്മൾ നോക്കിയും കണ്ടൊക്കെ ഫുള്ള് ക്ലിയർ ചെയ്ത് മാത്രമേ എടുത്താവുള്ളൂ. നിങ്ങൾ ലാൻഡ്സ്കേപ്പിൽ വീഡിയോ അയക്കുമ്പോൾ പെറ്റ്സ് ആയിരുന്നാലും ബേഡ്സ് ആയിരുന്നാലും കൂളായിട്ട് നിൽക്കുന്ന സമയത്ത് വീഡിയോ എടുത്ത് അയക്കുക. അല്ലാതെ നമ്മൾ അതിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോ അതിൽ കിട്ടിയാൽ നമുക്ക് പണി കിട്ടും. അങ്ങനെയാണ് നമ്മുടെ ചാനലിൽ 2 സ്ട്രൈക്ക് വീണിട്ടുള്ളത്. എന്തായാലും കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്കാണ്. എന്തായാലും നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇതേപോലെ വീഡിയോ എടുത്ത് അയക്കുന്നുള്ളവർ നല്ല ക്ലിയർ ആയിട്ടുള്ള വീഡിയോ ഇതേപോലെ അയക്കുക. കൂളായിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ വീഡിയോ എടുത്ത് അയച്ചു തരാം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഈ കാര്യം എടുത്തു പറയുന്നത്. അതോടൊപ്പം തന്നെ വാട്സപ്പിൽ എൻക്വയറി ആയിട്ട് നിങ്ങൾ വരുന്നവരടുത്തും ഞാൻ ഈ കാര്യങ്ങൾ എല്ലായിടത്തും പറയുന്നുണ്ട്. എന്തായാലും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ഡെയിലി വൈകിട്ട് 7 മണിക്ക് വീഡിയോ ഇടാനായിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കും. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ഒരു ചെറിയൊരു പെറ്റ്സിൻ്റെ സെയിൽ പോസ്റ്റ് വീഡിയോയിലോട്ട് ഇടാം. ആദ്യമായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കുറച്ച് ഫാൻറ്റെയിൽസ് പ്രാവുകളാണ് വന്നിട്ടുള്ളത്. 1500 രൂപയാണ് നമുക്ക് ഈ പെയറിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂരാണ്. കോഡ് നമ്പർ 1 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. 1500 രൂപയാണ് റേറ്റ്. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ഒരു സിംഗിൾ മെയിൽ ബേർഡാണ് വന്നിട്ടുള്ളത്. ഫാൻറ്റെയിൽ തന്നെയാണ്. 800 രൂപയാണ് നമുക്ക് ഈ സിംഗിൾ പീസിൻ്റെ റേറ്റ് വരുന്നത്. ഇതിൻ്റെ ലൊക്കേഷനും തൃശ്ശൂരാണ്. കോഡ് നമ്പർ 1. 800 രൂപയാണ് മെയിൽ ബേർഡിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 800 രൂപയ്ക്ക് ബ്രീഡിംഗ് പെയറാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ബ്രീഡിംഗ് ആണ്. 800 രൂപയാണ് റേറ്റ്. തൃശ്ശൂരാണ് ലൊക്കേഷൻ വരുന്നതും. കോഡ് നമ്പർ 1 തന്നെയാണ് കേട്ടോ. ബ്രീഡറിൻ്റെ നമ്പർ കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവരൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഫാൻറ്റെയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. 1400 രൂപയാണ് നമുക്ക് ഇതിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂരാണ്. കോഡ് നമ്പർ 1. 1400 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഫിഷസാണ് കാണാനായിട്ട് സാധിക്കുക. 2 അടി ഉള്ളതാണ്. എറണാകുളത്താണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കേട്ടോ. 3500 രൂപയാണ് നമുക്കിതിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത്. എറണാകുളത്താണ് ലൊക്കേഷൻ. കോഡ് നമ്പർ 2. റേറ്റ് ഒന്നും കൂടെ പറയണം. 3500 രൂപയാണ് കേട്ടോ. ഡിസ്ക്രിപ്ഷനിൽ തന്നെ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അടുത്തായിട്ട് നോക്കാനായിട്ട് പോകുന്നത് പ്ലാറ്റിനം റെഡ് ഡംബോയർ ഗപ്പീസാണ് കാണാനായിട്ട് സാധിക്കുന്നത്. 80 രൂപയാണ് നമുക്ക് പെയറിൻ്റെ റേറ്റ് വരുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴയാണ്. കോഡ് നമ്പർ 3 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. 80 രൂപയാണ് നമുക്കിതിൻ്റെ പെയർ റേറ്റ് വരുന്നത് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് HB റെഡ് ഗപ്പീസാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് 70 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്ന പെയർ റേറ്റ് ആണ്. ആലപ്പുഴയാണ് ലൊക്കേഷൻ. കോഡ് നമ്പർ 3 കേട്ടോ. 70 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഫാൻറ്റെയിൽ ബ്രീഡിംഗ് പെയറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ അമേരിക്കൻ ഫാൻറ്റെയിൽ സാൻഡിൽ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് 3000 രൂപയാണ് കേട്ടോ. ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരത്ത്. കാട്ടാക്കടയാണ് ലൊക്കേഷൻ. കോഡ് നമ്പർ 4 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് വരുന്നത് 3500 രൂപയാണ്.
അടുത്തിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഫാൻറ്റിലാണ് വന്നിട്ടുള്ളത്. റെഡ് ഫാൻറ്റിൽ ഫീമെയിൽ ബേർഡാണ് കൊടുക്കാനായിട്ട് വന്നിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റഡ് അവർ ചോദിച്ചിരിക്കുന്നത് 1500 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരത്താണ്. കോഡ് നമ്പർ 4, തിരുവനന്തപുരത്ത് കാട്ടാക്കടയാണ് കേട്ടോ. അടുത്തിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ക്രിസ്റ്റഡ് ബംഗാളി ഫിഞ്ചസ് ആണ് കാണാനായിട്ട് സാധിക്കുന്നത്. 10 മാസം ഏജ് ആയിട്ടുള്ള ബേർഡാണ് കൊടുക്കാനായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. 1800 രൂപയാണ് 6 ബേഡ്സിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത്. 1800 രൂപയാണ്. ബ്രീഡിംഗ് പെയറാണ്, റെഡി ടു ബ്രീഡിംഗ് ആണ്. കോട്ടയം ചങ്ങനാശ്ശേരിയാണ് ലൊക്കേഷൻ. കോഡ് നമ്പർ 5 കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ക്രിസ്റ്റഡ് ബംഗാളി ഫിഞ്ചസ് ആണ്, 10 മാസം ഏജ് ആയിട്ടുള്ളതാണ് കേട്ടോ. 6 പീസിനും കൂടെ ആയിട്ട് 1800 രൂപയാണ് റേറ്റ് വരുന്നത്. ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും കേട്ടോ. അടുത്തിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കോഴിക്കുഞ്ഞുങ്ങളാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ടോട്ടൽ 15 പീസാണ് കൊടുക്കാനായിട്ടുള്ളത് കേട്ടോ. 400 രൂപയാണ് പീസ് റേറ്റ് വരുന്നത്. 53 ദിവസം ഏജ് ആയിട്ടുള്ളതാണ്. തിരുവനന്തപുരത്താണ് ലൊക്കേഷൻ. കോഡ് നമ്പർ 6. 400 രൂപയാണ് പീസ് റേറ്റ് കോഴിക്കുഞ്ഞുങ്ങളുടെ റേറ്റ് വരുന്നത് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഫ്രീ അഡോപ്ഷന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് ഒരു ലാബാണ് വന്നിട്ടുള്ളത്. 1 വർഷം ഏജ് ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിനെ കൊണ്ടുപോയിട്ട് നന്നായിട്ട് വളർത്താൻ പറ്റുന്നുള്ളവർ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കാം. ഗുരുവായൂരാണ് ലൊക്കേഷൻ. തൃശ്ശൂരാണ്, ഗുരുവായൂരാണ് ലൊക്കേഷൻ വരുന്നത്. കോഡ് നമ്പർ 7 കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അമേരിക്കൻ സിൽക്കി കോഴിയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. 5 മാസം ഏജ് ആയിട്ടുള്ള കോഴികളാണ് കേട്ടോ. 1900 രൂപയാണ് നമുക്കിതിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറത്താണ്. കോഡ് നമ്പർ 8 കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. 1900 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു പെറ്റ്സിൻ്റെ സെയിൽ പോസ്റ്റ് വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത്. നമ്മൾ ഫസ്റ്റ് ഇൻട്രോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. കൂളായിട്ടിരിക്കുന്ന സമയത്ത് വേണം നിങ്ങൾ പെറ്റ്സിൻ്റെ ആയിരുന്നാലും ബേഡ്സിൻ്റെ ആയിരുന്നാലും വീഡിയോസ് എടുക്കാനായിട്ട്. ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോ എടുക്കാതിരിക്കാനായിട്ടും കൂടെ ശ്രമിക്കാം. അതോടൊപ്പം തന്നെ പ്രാവുകളായിരുന്നാലും കയ്യിൽ വെച്ചിട്ട് എടുക്കുന്ന വീഡിയോസൊക്കെ എനിക്ക് അയച്ചു തരാറുണ്ട്. അതൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു കേജിലൊക്കെ ഇട്ടിട്ട് വീഡിയോ എടുത്ത് അയക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഈ വീഡിയോ പറ്റിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ഫുൾ ഡീറ്റെയിലോടെ ഞാൻ വോയിസ് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്തൊരു കിടിലം സെയിൽ പോസ്റ്റ് വീഡിയോ എല്ലാവർക്കും ഗുഡ് ബൈ.